ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. CBSE 8ാം ക്ലാസ്സിലെ ഹിന്ദിയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ ടെക്സ്റ്റാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പാസ്വേഡ് പബ്ലിക്കേഷൻസിൻ്റെ നയി ചാന്ദിനി എന്ന ടെസ്റ്റാണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് പഠിക്കാനുള്ളവരൊക്കെ വീഡിയോ കണ്ടോളൂ. മറ്റേതെങ്കിലും ടെസ്റ്റാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളാം. അപ്പോൾ ഈ ടെസ്റ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഡോക്ടർ കലാം കി ആത്മകഥ സേ എന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഡോക്ടർ കലാമിനെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ അറിയാത്തവരുണ്ടോ? 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ട് അദ്ദേഹത്തെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മോശമാണ്. നമ്മുടെ മുൻ രാഷ്ട്രപതിയായിരുന്നു, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആളാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഡോക്ടർ കലാം കി ആത്മകഥ സേ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്ന് എടുത്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ്. മേരാ ജന്മ 15 अक्टूबर 1931 तमिलनाडु राज्य के रामेश्वरम जिला के धनुषकोडी गांव में एक साधारण परिवार में हुआ था. മേരാ ജന്മ, എൻ്റെ ജനനം. അദ്ദേഹം ജനിച്ച വർഷവും സ്ഥലവും ഒക്കെ പറയുവാണ്. മേരാ ജന്മ, ഞാൻ ജനിച്ചത് 15 अक्टूबर 15 ഒക്ടോബർ 15 വർഷം ഏതാണ്? 1931 1931 ഒക്ടോബർ 15 തമിഴ്നാട് രാജ്യക്ക്, തമിഴ്നാട് രാജ്യക്ക്, രാജ്യം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ സംസ്ഥാനം എന്നാണ്. തമിഴ്നാട് സംസ്ഥാനത്തിലെ രാമേശ്വരം ജില്ലക്ക്, രാമേശ്വരം ജില്ലയിലെ ധനുഷ്കോടി ഗാവുമേം, ധനുഷ്കോടി എന്ന ഗ്രാമത്തിൽ ഏക സാധാരണ തമിഴ് പരിവാർമേം ഹുവാത്ത, ഒരു സാധാരണ തമിഴ് കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. മേരെ പിതാ കാ നാം ജൈനുലുബ്ദീൻ ഓർ മാതാ കാ നാം ആഷിമാത. എൻ്റെ അച്ഛൻ്റെ പേര് ജൈനുലുബ്ദീൻ എന്നും അമ്മയുടെ പേര് ആഷിമ എന്നും ആയിരുന്നു. മേരെ പിതാ ബഹുത്ത് ധനി വ്യക്തി നഹീദേ. എൻ്റെ അച്ഛൻ വളരെ ധനികനായ വ്യക്തിയൊന്നും അല്ലായിരുന്നു. മഗർ ബുദ്ധിമാൻ ഓർ ഉദാർ വ്യക്തി ആവശ്യത. പക്ഷേ ബുദ്ധിമാനായിരുന്നു, ഉദാരമനസ്കനായിരുന്നു. അതായത് വളരെ കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള, ദയാലുവായിട്ടുള്ള ആളായിരുന്നു, ബുദ്ധിമാനുമായിരുന്നു. അപ്പോൾ ധനികനൊന്നും അല്ലെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നു, ദയുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാളായിരുന്നു എൻ്റെ ഫാദർ, അതായത് അബ്ദുൽ കലാമിൻ്റെ ഫാദറായ ജൈനുലുബ്ദീൻ. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. ബച്പൻ മേം മൈം ഏക്ക് സാധാരണ സാ ദിഖനെ വാല ബാലക് താ. ബച്പൻ മേം, കുട്ടിക്കാലത്ത്, മൈം ഞാൻ, ഏക് ഒരു, സാധാരണ സാ ദിഖനെ വാല ബാലക് താ, ഒരു നോർമൽ ലുക്കിംഗ്, ഒരു സിമ്പിൾ ലുക്കിംഗ് ആയിട്ടുള്ള ബോയ് ആയിരുന്നു. മൈം പ്രായ അപ്നി മാം കെ സാത്ത് ഹി റസോയി മേം നീച്ചെ ബൈഠ്കർ കാന കായ കർത്താ താ. മൈം ഞാൻ, പ്രായ, പ്രായയുടെ മീനിങ് യൂഷ്വലി പതിവായിട്ട് അല്ലെങ്കിൽ സാധാരണയായിട്ട്. അപ്നി മാം കെ സാത്ത് ഹി, അമ്മയുടെ കൂടെ തന്നെ, റസോയി മേം, റസോയി അടുക്കള, റസോയി മേം അടുക്കളയിൽ, നീച്ചെ ബൈഠ്കർ താഴെ ഇരുന്നിട്ട്, കാന കായ കർത്താത ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു. അമ്മയുടെ കൂടെ അടുക്കളയിലിരുന്ന്, തറയിലിരുന്നായിരുന്നു അദ്ദേഹം ഫുഡ് കഴിക്കാറുണ്ടായിരുന്നത്. മാം മേരെ സാമനെ കേലേക്ക പത്ത ബിജാത്തി തി. അമ്മ എൻ്റെ അടുത്ത് കേലേക്ക പത്ത, വാഴയില, ബിജാത്തി തി വിരിച്ചിടുമായിരുന്നു. വാഴയില വിരിച്ചിട്ട് ഒരുസ് പെർ, എന്നിട്ട് അതിനകത്തായിരുന്നു എന്ത് ചെയ്യുന്നേ? കാന പരോസ്ഥിതി, ഭക്ഷണം വിളമ്പി തന്നിരുന്നത്. അടുക്കളയിൽ തറയിലിരുന്ന് വാഴയിലയിലായിരുന്നു ഭക്ഷണം വിളമ്പി കഴിച്ചിരുന്നത്. മുച്ചെ എനിക്ക്, അപ്പനെ പിതാസെ അച്ഛനിൽ നിന്ന്, വിരാസത്തുമീം പാരമ്പര്യമായിട്ട്, ഈമാൻദാരി ഓർ ആത്മാനുശാസൻ മില, അച്ഛനിൽ നിന്ന് പാരമ്പര്യമായിട്ട് ചില ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് ഗുണങ്ങളായിരുന്നു? ഈമാൻദാരി ഓർ ആത്മാനുശാസൻ. ഈമാൻദാരി സത്യസന്ധത, സച്ചായി. ആത്മാനുശാസൻ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. അപ്പോൾ ഇതൊക്കെ കിട്ടിയത് ആരിൽ നിന്നായിരുന്നു? അച്ഛനിൽ നിന്നായിരുന്നു. അച്ഛനിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ 2 ഗുണങ്ങളായിരുന്നു ഈമാൻദാരിയും ആത്മാനുശാസനും, സത്യസന്ധതയും ആത്മനിയന്ത്രണവും. വിശ്വാസ് ഓർ കരുണ കെ ഗുൺ മുച്ചെ മേരി മാം സെ പ്രാപ്ത് ഹുയേ. ഇനി ഇതുപോലെ അമ്മയിൽ നിന്ന് ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മയിൽ നിന്ന് കിട്ടിയ ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു? വിശ്വാസ് ഓർ കരുണ, വിശ്വാസവും കരുണയും. വിശ്വാസ് ഓർ കരുണ കെ ഗുൺ, വിശ്വാസത്തിൻ്റെയും കരുണയുടെയും ഗുണങ്ങൾ, മുച്ചെ മേരി മാം സെ, എനിക്ക് കിട്ടിയത് എവിടെ നിന്നായിരുന്നു? മേരി മാം സെ പ്രാപ്ത് ഹുയേ, എൻ്റെ അമ്മയിൽ നിന്നാണ് കിട്ടിയത്. मैं अपने पिता की आर्थिक मदद के लिए अखबार बांटने का काम किया करता था. मैं अपने पिता की, ഞാൻ എൻ്റെ അച്ഛനെ, ആർത്തിക് മദത് കെ ലിയെ, മദതിൻ്റെ മീനിങ് നിങ്ങൾക്കറിയാം, സഹായമാണ്. ആർത്തിക് മദത് മീൻസ് എക്കണോമിക് ഹെൽപ്പ്, സാമ്പത്തിക സഹായം, പൈസയ്ക്ക് വേണ്ടി സഹായിക്കുക എന്നാണ്. അപ്പോൾ മൈം അപ്നി പിതാക്കി ആർത്തിക് മദത് കെ ലിയെ, ഞാൻ എൻ്റെ അച്ഛനെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് വേണ്ടി, അഖ്ബാർ ബാണ്ടിനേക്കാ കാം കിയാ കർത്താ താ. അഖ്ബാർ ബാണ്ടിന, അഖ്ബാർ ന്യൂസ് പേപ്പർ, ബാണ്ടിന വിതരണം ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കാം ജോലി. അപ്പോൾ എന്ത് ചെയ്തു? അച്ഛനെ സഹായിക്കാൻ വേണ്ടി എന്താ ചെയ്തേ? അഖ്ബാർ ബാണ്ടിനേക്കാ കാം കിയാ കർത്താ താ, ന്യൂസ് പേപ്പർ വിതരണം ചെയ്യുന്ന ജോലി ചെയ്തിരുന്നു. മൈ പടായി ലിഖായി മീം സാമാന്യത, എഴുതാനും വായിക്കാനും ഒക്കെ ഞാനൊരു ആവറേജ് നോർമൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. പർ മുജ്മേ മേക്ക് വിശേഷ് ബാത്തി, പക്ഷേ എനിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ പ്രത്യേകത? നോക്കാം. മൈം നയി നയി ചീസേങ്കോ സീഖ്നെ മേം ബഹുത്ത് രുചി ലേത്താ താ, എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു. मैंने रामनाथपुरम से 10वीं पास की और फिर आगे की पढ़ाई करने के लिए तिरुचिरापल्ली चला गया. मैंने, ഞാൻ, രാമനാഥപുരം സെ 10वीं पास की,
രാമനാഥപുരത്ത് നിന്ന് 10ാം ക്ലാസ് പാസ്സായി. എന്നിട്ട് ഫിർ എന്താ ചെയ്തേ? ഫിർ മീൻസ് എന്നിട്ട് ആഗേക്ക് പടായി കർണേക്കിലിയെ മുന്നോട്ടുള്ള പഠനം നടത്തുന്നതിന് വേണ്ടി, ആഗേക്ക് പടായി മുന്നോട്ടുള്ള പഠനം, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തിരുച്ചിറപ്പള്ളി ചലാകിയ, തിരുച്ചിറപ്പള്ളിയിലേക്ക് പോയി. അപ്പോൾ 10 വരെ പഠിച്ചത് രാമനാഥപുരത്തായിരുന്നു. അതിനുശേഷം ഉന്നത പഠനത്തിന് വേണ്ടിയിട്ട് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോയി. അതിന് സൻ 1954 में ഭൗതിക് വിജ്ഞാൻ में സ്നാതക് किया. 1954 എനിക്ക് ഭൗതിക വിജ്ഞാൻ में സ്നാതക് किया, എനിക്ക് ഫിസിക്സിൽ ഗ്രാജുവേഷൻ ലഭിച്ചു. ഭൗതിക വിജ്ഞാൻ ഫിസിക്സ് ആണ്. ഇനി 1955 में मैं मद्रास चला गया और वहाँ से एयरोस्पेस इंजीनियरिंग की शिक्षा पाई. 1955 ഞാൻ മദ്രാസിലേക്ക് പോയി, അവിടെ നിന്ന് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിച്ചു. ശിക്ഷാപായി എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം നേടിയെന്നാണ്. ശിക്ഷയുടെ മീനിങ് വിദ്യാഭ്യാസം എന്നാണ് ഹിന്ദിയിലെ. ഫിർ എന്നിട്ട് വർഷം 1960 में 1960 ഹിന്ദി 1960. 1960 എന്താ സംഭവിച്ചേ? मैंने മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സെ എഞ്ചിനീയറിംഗ് की पढ़ाई पूरी की. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗിന്റെ പഠനവും പൂർത്തിയാക്കി 1960. അപ്പം ഈ പഠായി പൂരി കർണേക്കെ ബാദ്, പഠനമൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ഭാരത് കി രക്ഷാ അനുസന്ധാൻ ഏവം വികാസ് സംഘടൻ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് DRDO. DRDOയുടെ ഫുൾ ഫോം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO. ഇതാണ് രക്ഷാ അനുസന്ധാൻ ഏവം വികാസ് സംഘടൻ. അപ്പോൾ DRDOയിൽ എന്ത് ചെയ്തു? വൈജ്ഞാനിക പദ് പർ മേരി ഭർത്തി ഹുയി, എനിക്കവിടെ സയന്റിസ്റ്റ് ആയിട്ട് സ്ഥാനം ലഭിച്ചു. സയന്റിസ്റ്റ് എന്ന പൊസിഷനിലേക്ക് എനിക്കവിടെ സ്ഥാനം ലഭിച്ചു. DRDOയിലെ സയന്റിസ്റ്റ് ആയിട്ട് അദ്ദേഹം ജോയിൻ ചെയ്തു. ഉസ്കെ ബാദ് അതിനുശേഷം 1969 में 1969, അതായത് 1969 में मेरा സ്ഥാനാന്തരൻ ഭാരതീയ അന്തരീക്ഷ അനുസന്ധാന സംഘടൻ में कर दिया गया. എനിക്ക് സ്ഥാനാന്തരം ലഭിച്ചു, അതായത് എനിക്ക് സ്ഥാനമാറ്റം ലഭിച്ചു. എങ്ങോട്ടേക്കാണ് സ്ഥാനമാറ്റം ലഭിച്ചത്? ഭാരതീയ അന്തരീക്ഷ അനുസന്ധാൻ സംഘടൻ ISROയിലേക്ക്, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലേക്ക് എനിക്ക് സ്ഥാനമാറ്റം ലഭിച്ചു 1969. യഹാ മേം ഭാരത് കെ സാറ്റലൈറ്റ് ലോഞ്ച് വാഹൻ പരിയോജന നിദേശക് ബന. അവിടെ എന്ത് സംഭവിച്ചു നോക്കിയേ? യഹാ മേം ഇവിടെ ഭാരത് കെ സാറ്റലൈറ്റ് ലോഞ്ച് വാഹൻ പരിയോജന നിദേശക് ബന. ഭാരത് കെ സാറ്റലൈറ്റ് ലോഞ്ച് വാഹൻ, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസ് ഇല്ലേ, സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിന്റെ ഡയറക്ടറായിട്ട് നിയമിച്ചു. അപ്പോൾ ISROയിലേക്ക് സ്ഥാനമാറ്റം കിട്ടിയപ്പോൾ എന്തായിട്ടായിരുന്നു? സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾസിന്റെ ഡയറക്ടറായിരുന്നു. 1980 में 1980 ഭാരത് കെ പഹലെ ഉപഗ്രഹ രോഹിണി കോ പൃഥ്വി കി കക്ഷാ മേം സ്ഥാപിത് കിയ. ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റായ, ആദ്യത്തെ ഉപഗ്രഹമായ രോഹിണി ഉപഗ്രഹത്തെ എന്ത് ചെയ്തു? പൃഥ്വി കി കക്ഷാ മേം സ്ഥാപിത് കിയ, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ സ്ഥാപിച്ചു. ഫിർ 22 मई 22 मई 1989 को 1989 को അഗ്നി മിസൈൽ का സഫലതാപൂർവ്വം പ്രേഷണം കിയ. അഗ്നി എന്ന മിസൈലിനെയും വളരെ വിജയകരമായിട്ട് വിക്ഷേപിച്ചു 1989 മെയ് 22. लॉन्च वाहन प्रौद्योगिकी और बैलिस्टिक मिसाइल के विकास पर मेरे काम के लिए मुझे द मिसाइल मैन ഓഫ് ഇന്ത്യ कहा गया. ലോഞ്ച് വെഹിക്കിൾ ടെക്നോളജിയുടെയും പിന്നെ ബാലിസ്റ്റിക് മിസൈലിൻ്റെയൊക്കെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എന്നെ ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കാൻ തുടങ്ങി. വർഷ 1999 में ഗണതന്ത്ര ദിവസ് पर 1999 റിപ്പബ്ലിക് ഡേയിൽ രാഷ്ട്രപതിനെ മിസൈൽ കാര്യക്രം കി സഫലത പർ ഖുഷി മനായി. മിസൈൽ പ്രോഗ്രാമിൻ്റെ സക്സസിനെ കുറിച്ച് രാഷ്ട്രപതി ഒരുപാട് അഭിനന്ദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്തു. മുझे और डॉक्टर അരുണാചലം को പത്മവിഭൂഷൺ से सम्मानित किया गया. അതുപോലെ എനിക്കും എൻ്റെ കൂടെ ഡോക്ടർ അരുണാചലത്തിനും പത്മവിഭൂഷൺ കിട്ടുകയും ചെയ്തു. ഉസ്കെ ബാദ് അതിനുശേഷം വർഷ 2002 में 2002 വർഷത്തിൽ മുझे രാഷ്ട്രപതി പദ് കാ ഉമ്മീദ്വാർ ബനാ ഗയാ. എനിക്ക് രാഷ്ട്രപതി പദത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയാകാൻ പറ്റി. मैं 25 ജൂലൈ 2002 में भारत का 11वां രാഷ്ട്രപതി ബന. 2002 ജൂലൈ 25 ഞാൻ ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി എന്നാണ് 2002 ജൂലൈ 25. ഫിർ എന്നിട്ട് രാഷ്ട്രപതി പദ് സേ സേവാമുക്ത് ഹോനെ കെ ബാദ്, രാഷ്ട്രപതി സ്ഥാനം അവസാനിച്ചതിന് ശേഷം मैं शिक्षण लेखन मार्गदर्शन और शोध जैसे कार्यों में व्यस्त हो गया. പിന്നീട് രാഷ്ട്രപതി അല്ലാതിരുന്ന സമയത്ത്, രാഷ്ട്രപതി എന്നുള്ള കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അദ്ദേഹം ചെയ്തത് എന്തൊക്കെയായിരുന്നു? ശിക്ഷൺ, ലേഖൻ, മാർഗദർശൻ ഓർ ശോധ്. ശിക്ഷൺ ടീച്ചിങ് പഠിപ്പിക്കൽ, പിന്നെ ലേഖൻ എഴുത്ത്, മാർഗദർശൻ മോട്ടിവേഷൻ, ഓർ ശോധ് റിസർച്ച്, ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് അദ്ദേഹം ചെയ്തിരുന്നത്. हमारे देश के बहुत सारे वैज्ञानिक और इंजीनियर देश छोड़कर पैसा कमाने के लिए विदेश जाते हैं. हमारे देश के നമ്മുടെ രാജ്യത്തിലെ बहुत सारे ഒരുപാട് അധികം വൈജ്ഞാനിക് ഓർ എഞ്ചിനീയർ സയൻറ്റിസ്റ്റുകളും എഞ്ചിനീയേഴ്സും ദേശ് ചോഡ്കർ രാജ്യം ഉപേക്ഷിച്ച്
പൈസ കമാനെ കെ ലിയെ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വിദേശ് ജാത്തെ ഹെ വിദേശത്തിലേക്ക് പോകുമായിരുന്നു. യഹ് സഹി ഹെ കി വഹാം പൈസ കാഫി മിൽത്താ ഹെ. യഹ് സഹി ഹെ ഇത് സത്യമാണ്. എന്ത് സത്യമാണ്? വഹാം പൈസ കാഫി മിൽത്താ ഹെ അവിടെ പോയി ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ സത്യമാണ്. ലേക്കിൻ പക്ഷേ അപ്പിനെ ദേശ് കെ ലോഗോं का പ്രേം और सम्मान ही मेरे लिए प्रिय था. പക്ഷേ എനിക്ക് വളരെ പ്രിയപ്പെട്ടത് എൻ്റെ രാജ്യത്തുള്ള ആൾക്കാരുടെ സ്നേഹവും അവരിൽ നിന്ന് കിട്ടുന്ന ബഹുമാനവുമായിരുന്നു എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞാൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയില്ല എന്നാണ് അബ്ദുൽ കലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡോക്ടർ കലാം കി ആത്മകഥ സെ എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. മീനിങ്സ് ഒക്കെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതെല്ലാം എഴുതിയെടുത്ത് വെച്ച് പഠിക്കുക, വായിച്ചു നോക്കുക. ഓക്കെ, ടാറ്റ.